ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബിഗ് ബോസ് സീസൺ 8 കുറച്ച് പ്രത്യേകതകളാണ്, കുറച്ച് സവിശേഷതകളുണ്ട്. കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജുകളിലെ സീസണെ അപേക്ഷിച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റ് 20 പേര് ഇതാ 18 പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊന്നും സെലിബ്രിറ്റീസ് ഈ ബിഗ് ബോസിലില്ല. ഇത് വളരെ കുറച്ച് സെലിബ്രിറ്റികളും ബാക്കി മൊത്തം കോമണേഴ്സാണ്. കോമണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിലെ പോലെയുള്ള കോമണേഴ്സ് അല്ല. കഴിഞ്ഞ സീസണിലെ കോമണേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവരെ ലാർജ് പോപ്പുലേഷൻ അറിയില്ലെങ്കിൽ പോലും ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് അറിയുന്നവരാണ്. ഏതെങ്കിലും ഒരു ഇതിൽ പ്രത്യേകത ഉള്ളവരെയാണ് കഴിഞ്ഞ തവണയൊക്കെ കോമണേഴ്സാന്ന് പറഞ്ഞുകൊണ്ടുവന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം എല്ലാം പക്ക കോമണേഴ്സാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അഗ്നി പരീക്ഷയിലൂടെ സെലക്ട് ചെയ്ത് വരുന്നവരാണ്. അവർ 100% കോമണേഴ്സാണ്. ആർക്കും അധികം അറിയാത്ത ആൾക്കാർ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ. ഇതിന് നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് തെലുങ്കു സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതുതന്നെയാണ് വ്യക്തമായിട്ട് അവിടെ ഇതേപോലെയായിരുന്നു. അതുപോലെ തന്നെയാണ് മലയാളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസും ജിയോ ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അവസാനിച്ചു എന്ന്. അത് ഇപ്പോൾ അവർ റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് പ്രൊമോ എടുത്ത് നോക്കിയാൽ കൊളാബ് ചെയ്തിട്ടാണ്, അതായത് ബിഗ് ബോസും ജിയോ ഹോട്ട്സ്റ്റാറും കൊളാബ് ചെയ്തിട്ടാണ് ആ പ്രൊമോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. 5 years കോൺട്രാക്റ്റാണ് റിന്യൂവൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ബിഗ് ബോസ് സീസണുകൾ ഒരുമിച്ച് വരുന്നു. അത് 100% കൺഫേം ആയിട്ടുണ്ട്. എല്ലാ ബിഗ് ബോസും, അത് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ മോൾ ഷൈനി ഭാഗത്തുനിന്നും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ മലയാളം ഉൾപ്പെടെയുള്ള 6 ലാംഗ്വേജുകളും ഒരുമിച്ച് തുടങ്ങും ബിഗ് ബോസ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബിഗ് ബോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സീസണുകളെ പോലത്തെ ടാസ്കുകളല്ല ഇത്. പേഴ്സണൽ ടാസ്ക്, അത് ഓരോ വ്യക്തിയെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള ടാസ്കുകളൊക്കെയാണ്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഫോർമാറ്റൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ പ്രൊമോയിലൂടെ കുറച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വളരെ വ്യത്യസ്തതരമായിട്ടുള്ള ഓരോ വ്യക്തിപരമായ ടാസ്കുകളും വ്യക്തിപരമായ ഡ്രാമകളും ഒക്കെ ഉള്ള ഒരു സീസണാണ് ഇപ്രാവശ്യം. അതായത് കഴിഞ്ഞ 7 സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സീസണാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടക്കമാണ് ഈ അഗ്നി പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്താ തുടങ്ങുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇതേപോലത്തെ ഡെയിലി നമ്മൾ അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അതും ബാക്കിയുള്ളവരാരും റിപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. ബിഗ്